പിണറായിയോടൊപ്പം നിന്നിട്ട് ഒരു പ്രയോജനവും ലഭിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ് CPM ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കാൻ ഉറച്ചിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPMന് നൽകിയ പിന്തുണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നിട്ടും യാക്കോബായ സഭയുടെ കൂടെ നിന്നതിന്റെ പ്രത്യുപകാരമായി CPMന് ഉറച്ച പിന്തുണ നൽകാൻ യാക്കോബായ സഭ തീരുമാനിക്കുന്നു. അതേസമയം ഓർത്തഡോക്സ് സഭയുടെ നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് UDF കേന്ദ്രങ്ങൾ. സഭാ കേസിൽ അനുകൂല വിധി വന്നിട്ടും ഓർത്തഡോക്സിന് അനുകൂലമായി സർക്കാർ ഒന്നും ചെയ്തില്ല. പള്ളികളെല്ലാം യാക്കോബായ പക്ഷത്ത് നിർത്താനാണ് പോലീസും ശ്രമിച്ചത്. അനുകൂലമായി സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും അത് നടപ്പാക്കി പള്ളികളുടെ ചുമതല നൽകാൻ സർക്കാരും CPMും തയ്യാറാകാത്തത് ഓർത്തഡോക്സ് സഭയെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFനോടൊപ്പമായിരിക്കും ഓർത്തഡോക്സ് സഭ. വിധി നടപ്പാക്കാതിരിക്കുന്നത് യാക്കോബായ സഭയുടെ ഇടത് ചായ്വ് ശക്തമാക്കും. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPMന് ഒപ്പമായിരുന്നു ഓർത്തഡോക്സ് സഭ. സജി ചെറിയാന്റെ വിജയത്തിൽ നിർണായക ഘടകവുമായി. എന്നാൽ പിണറായി സർക്കാരിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടാത്തതുകൊണ്ട് കളം മാറുകയാണ് അവർ. കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര, കോട്ടയം, ഇടുക്കി, തൃശൂർ, വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് ശക്തമായ സ്വാധീനമുണ്ട്. സഭയുടെ ഇടവകകളുമായി ബന്ധപ്പെട്ട ചില കേസുകളുടെ വിധി വന്നു കഴിഞ്ഞു. ചിലത് വരാനിരിക്കുന്നു. വിധി നടപ്പാക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഇടതു സർക്കാർ ചില അപ്പക്കഷ്ണങ്ങൾ എറിഞ്ഞുകൊടുത്ത് കൂടെ നിർത്താൻ ശ്രമിക്കുകയാണെന്ന ആക്ഷേപം സഭയ്ക്കുള്ളിൽ ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഉറച്ച നിലപാടെടുക്കുന്നത്. ഇനി പിണറായി സർക്കാരിനെ ഓർത്തഡോക്സ് സഭ പുകഴ്ത്തുകയുമില്ല. കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര, കോട്ടയം, ഇടുക്കി, തൃശൂർ, വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ UDF വിജയമുറപ്പിക്കാൻ പോന്ന ഘടകമായി ഓർത്തഡോക്സ് പിന്തുണ മാറാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ പരമ്പരാഗത വോട്ട് ബാങ്ക് തിരിച്ചു കിട്ടുന്നതിൽ കോൺഗ്രസ് അതീവ സന്തോഷത്തിലാണ്. ചാലക്കുടി, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട മണ്ഡലങ്ങളിൽ യാക്കോബായ വിഭാഗത്തിനും സ്വാധീനമുണ്ട്. സഭാ കേസിൽ ഇടതുമുന്നണി സർക്കാർ സഹായിക്കുന്നത് കൊണ്ട് മാത്രമല്ല മുന്നണിയോട് അടുത്തു നിൽക്കാൻ യാക്കോബായ വിഭാഗം തീരുമാനിച്ചത്. UDF സർക്കാരിൽ നിന്ന് മുൻപും സഹായം കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യാക്കോബായ സഭയുടെ പിന്തുണ ഇടതുമുന്നണിക്ക് തന്നെയാകും. എന്നാൽ ഓർത്തഡോക്സ് സഭ മറുകൊണ്ടം ചാടുമെന്നതും വ്യക്തമാണ്. സഭാ കേസിൽ അനുകൂല വിധി വന്നിട്ടും ഓർത്തഡോക്സിന് അനുകൂലമായി സർക്കാർ ഒന്നും ചെയ്തില്ല. പള്ളികളെല്ലാം യാക്കോബായ പക്ഷത്ത് നിർത്താനാണ് പോലീസും ശ്രമിച്ചത്. അനുകൂലമായി സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും അത് നടപ്പാക്കി പള്ളികളുടെ ചുമതല നൽകാൻ സർക്കാരും CPMും തയ്യാറാകാത്തത് ഓർത്തഡോക്സ് സഭയെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFനോടൊപ്പമായിരിക്കും ഓർത്തഡോക്സ് സഭ. വിധി നടപ്പാക്കാതിരിക്കുന്നത് യാക്കോബായ സഭയുടെ ഇടത് ചായ്വ് ശക്തമാക്കും. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPMന് ഒപ്പമായിരുന്നു ഓർത്തഡോക്സ് സഭ. സജി ചെറിയാന്റെ വിജയത്തിൽ നിർണായക ഘടകവുമായി. എന്നാൽ പിണറായി സർക്കാരിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടാത്തതുകൊണ്ട് കളം മാറുകയാണ് അവർ. കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര, കോട്ടയം, ഇടുക്കി, തൃശൂർ, വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് ശക്തമായ സ്വാധീനമുണ്ട്.